പീപ്പിൾ എക്സ്ക്ലൂസീവ് ഉമ്മൻചാണ്ടി കോടതിയിൽ വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ചു. വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ചതിന്റെ തെളിവുകൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. വിഎസിനെതിരെ നൽകിയ മാനനഷ്ട കേസിലാണ് വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ചത്. തനിക്കെതിരെ ബംഗളൂരു കോടതിയിൽ കേസുണ്ടെന്ന കാര്യം സത്യവാങ്മൂലത്തിൽ ഉമ്മൻചാണ്ടി മറച്ചുവെച്ചു. തനിക്കെതിരെ ഇന്ത്യയിൽ എവിടെയും കേസില്ല എന്നാണ് സത്യവാങ്മൂലത്തിൽ ഉമ്മൻചാണ്ടി പറയുന്നത്. വി.എസ്. അച്യുതാനന്ദന്റെ ധർമ്മടം പ്രസംഗത്തെ തുടർന്നാണ് വിഎസിനെതിരെ മാനനഷ്ട കേസുമായി ഉമ്മൻചാണ്ടി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിക്കുന്നത്. ഞാൻ ഇന്നിപ്പം അവിടെ വിറ്റ് കൊടുത്തിരിക്കുക, എന്റെ പേരിൽ ഒരു കേസുമില്ലെന്ന്. ഇനി അദ്ദേഹത്തിന് ഇനി എന്ത് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ പറ്റും? 2016 ഏപ്രിൽ 28 തിരുവനന്തപുരം കോടതിയിൽ വിഎസിനെതിരെ നൽകിയ മാനനഷ്ട കേസിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തനിക്കെതിരെ ഈ രാജ്യത്ത് എവിടെയും കേസില്ലെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കുന്നു. എന്നാൽ ഇനി ഇത് ശ്രദ്ധിക്കുക. 2016 ഏപ്രിൽ 23 അതായത് തിരുവനന്തപുരം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന് കൃത്യം 6 ദിവസങ്ങൾക്ക് മുമ്പ് ബംഗളൂരു അഡീഷണൽ സിറ്റി സിവിൽ കോടതിയിൽ ഉമ്മൻചാണ്ടി സമർപ്പിച്ച വക്കാലത്തിന്റെ പകർപ്പ് കാണുക. 6 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഉമ്മൻചാണ്ടി തിരുവനന്തപുരം കോടതിയിൽ മറച്ചുവെച്ചത് 18 ദിവസങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നത് വ്യക്തം. ഇനി ഉമ്മൻചാണ്ടി കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ ഫേസ്ബുക്കിൽ കുറിച്ചത് വായിക്കുക. തനിക്കെതിരെ കേസുള്ള കാര്യം അറിഞ്ഞില്ല എന്നാണ് അന്ന് അദ്ദേഹം കുറിച്ചത്. എന്നാൽ ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിനെയും ഉമ്മൻചാണ്ടി തള്ളിപ്പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ ആരംഭം 2012 മുതൽ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നത് കൊണ്ട് ഞാൻ ഒട്ടും അത് ഗൗരവമായിട്ടെടുത്തില്ല. ഈ വക്കീൽ ഹാജരാകുന്നു എന്നുള്ള വിവരം കിട്ടിയ ശേഷം ഒരു ക്ലോസ് മോണിറ്ററിങ് ഞാൻ നടത്തിയിട്ടില്ല. വ്യാജ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചത് വഴി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ഉമ്മൻചാണ്ടി ശ്രമിച്ചതെന്നത് വ്യക്തം. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേസിൽ പ്രതിയെന്ന കാര്യം മറച്ചുവെച്ചത് ഉമ്മൻചാണ്ടിക്ക് വിനയായേക്കും. ഇതേ കാര്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയോടൊപ്പം രേഖപ്പെടുത്താത്തത് ഗുരുതര പിഴവെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സോളാർ കേസിൽ പ്രതിയെന്ന കാര്യം മറച്ചുവെച്ചത് പാകപ്പിഴയെന്ന് കാട്ടി ആരെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചാൽ MLA സ്ഥാനം വരെ അയോഗ്യനാക്കപ്പെട്ടേക്കാമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും തന്റെ പേരിൽ കേസുകളില്ലെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത്. കോടതിക്ക് പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ചതുവഴി ഗുരുതരമായ പിഴവാണ് ഇതുവഴി ഉമ്മൻചാണ്ടി വരുത്തിയത്. ഒരു പൊതുപ്രവർത്തകന് കേസിൽ പ്രതിയായി എന്നതുകൊണ്ട് മത്സരിക്കുന്നതിൽ നിയമപരമായ തടസ്സമില്ല. എന്നാൽ താൻ പ്രതിയായതോ വിചാരണ നേരിടുന്നതോ ആയ കേസുകൾ ബോധപൂർവം രേഖപ്പെടുത്താതിരിക്കുക എന്നത് ഗുരുതര പാകപ്പിഴയാണ്. 2016 ഏപ്രിൽ 29 പുതുപ്പള്ളി അസംബ്ലി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് 7 ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ കോടതിയിൽ വക്കീലിനോട് ഹാജരാവാൻ വക്കാലത്ത് നൽകിയതുവഴി കേസിന്റെ എല്ലാ വിശദാംശങ്ങളും ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു. ഇത് മറച്ചുവെച്ച കാര്യം ചൂണ്ടിക്കാട്ടി ആരെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ കോടതിയോ സമീപിച്ചാൽ MLA സ്ഥാനം അയോഗ്യപ്പെടുത്തുന്നതുവരെ കാര്യങ്ങൾ എത്തിയേക്കാമെന്ന് നിയമവൃത്തങ്ങൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ടോം ജോസിന്റെ യാത്രാരേഖകൾ വിജിലൻസ് പരിശോധിക്കും. വിജിലൻസ് റെയ്ഡിൽ പാലാരിവട്ടത്തെ വീട്ടിൽ നിന്നും 2 ലോക്കറുകളുടെ താക്കോൽ ലഭിച്ചു. 2010 മുതൽ നടത്തിയ ഇടപാടുകളുടെ വിശദാംശങ്ങൾ നൽകണമെന്ന് വിജിലൻസ് അറിയിച്ചു. ഇടപാടുകളുടെ വിശദാംശങ്ങൾ ആരാഞ്ഞ് ബാങ്കുകൾക്ക് കത്തും നൽകി. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, SBI അടക്കം 6 ബാങ്കുകൾക്കാണ് കത്ത് നൽകിയിരിക്കുന്നത്. ടോം ജോസിന് വായ്പ തിരിച്ചടക്കാൻ കോടിക്കണക്കിന് രൂപ നൽകി സഹായിച്ച ഡോക്ടർ അനിത ജോസിന്റെ സാമ്പത്തിക ഉറവിടം അന്വേഷിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിന്റെ രേഖകൾ വിജിലൻസിന് ലഭിച്ചു. ടോം ജോസിന്റെ യാത്രാരേഖകൾ പരിശോധിക്കാൻ വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. പാലാരിവട്ടത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച 2 താക്കോലുകൾ ഉപയോഗിച്ച് ബാങ്ക് ലോക്കറുകൾ തിങ്കളാഴ്ച തന്നെ തുറന്നു പരിശോധിക്കും. 2010 മുതൽ 2016 വരെ ടോം ജോസ് നടത്തിയ എല്ലാ ബാങ്ക് ഇടപാടുകളുടെയും ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് നൽകണമെന്നാവശ്യപ്പെട്ട് ബാങ്കുകൾക്ക് കത്ത് നൽകി. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, ഫെഡറൽ ബാങ്ക്, SBI അടക്കം 6ഓളം ബാങ്കുകൾക്കാണ് കത്ത് നൽകിയിരിക്കുന്നത്. അന്വേഷണത്തിൽ ഇതുവരെ ലഭിച്ച വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനായി വരുന്ന തിങ്കളാഴ്ച ഒരിക്കൽ കൂടി വിജിലൻസ് സംഘം യോഗം ചേരും. ഇതിനുശേഷം ടോം ജോസിനെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് വിജിലൻസിന്റെ തീരുമാനം. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. അഴിമതിക്കെതിരായ സർക്കാർ നീക്കത്തിന് വിഎസിന്റെ പിന്തുണ. അഴിമതി കേസുകളിൽ അന്വേഷണം ധീരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉള്ള കേസുകളിൽ അത്
ധീരമായി തന്നെ മുന്നോട്ട് പോകും എന്ന് ഞാൻ കരുതുന്നു. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിനും വിജിലൻസിനും പിന്തുണ നൽകി VT ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അഴിമതിക്കെതിരായ ഏതു നടപടിയും അത് ഉദ്യോഗസ്ഥർക്കെതിരായാലും രാഷ്ട്രീയക്കാർക്കെതിരായാലും സ്വാഗതം ചെയ്യണമെന്ന് ബൽറാം വ്യക്തമാക്കി. കുറ്റക്കാരെ ശിക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും VT ബൽറാം ഫേസ്ബുക്കിൽ പറയുന്നു. തനിക്കെതിരെ പരാതിക്കാരനും വിജിലൻസിലെ ഉന്നതരും തമ്മിൽ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ആരോപിച്ച് DGP ശങ്കർ റെഡ്ഡി വിജിലൻസ് ഡയറക്ടർക്ക് കത്തു നൽകി. പരാതിക്കാരനായ പായിച്ചിറ നവാസ് ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നും ശങ്കർ റെഡ്ഡി കത്തിൽ ആരോപിക്കുന്നു. പേരെടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന് ഉന്നം വെച്ചാണ് ശങ്കർ റെഡ്ഡിയുടെ കത്ത്. വിജിലൻസിലെ ഉന്നതർ തനിക്കെതിരെ പരാതി നൽകിയ പായിച്ചിറ നവാസുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നാണ് കത്തിലെ പരാമർശം. വിജിലൻസിലെ ഉന്നതർ നിക്ഷിപ്ത താൽപര്യത്തോടെ ഗൂഢാലോചന നടത്തുന്നു. പരാതി നൽകിയ പായിച്ചിറ നവാസ് ക്രിമിനൽ കേസിലെ പ്രതിയാണ്. മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്കെതിരെ വിജിലൻസിലെ ചിലരുമായി ഗൂഢാലോചന നടത്തിയാണ് പരാതിക്കാരൻ കോടതിയിലെത്തിയതെന്നും കത്തിൽ പറയുന്നു. മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്കെതിരെ 2 പരാതികളാണ് നവാസ് കോടതിയിൽ നൽകിയിരുന്നത്. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ശങ്കർ റെഡ്ഡി ബാർ കേസ് അട്ടിമറിച്ചുവെന്നും സോളാർ കേസിലെ പരാതി മുക്കിയെന്നുമാണ് ഈ ഹർജികൾ. 2 പരാതിയിലും കോടതി ത്വരിത അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ സാഹചര്യത്തിലാണ് ജേക്കബ് തോമസിനെ പരോക്ഷമായി പരാമർശിച്ച് ശങ്കർ റെഡ്ഡിയുടെ കത്ത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആറന്മുളയിൽ 22 വർഷമായി തരിശായി കിടന്ന ഭൂമിയിൽ കൃഷിയിറക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉത്സവ അന്തരീക്ഷത്തിൽ വിത്തെറിഞ്ഞ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കൃഷിമന്ത്രി VS സുനിൽകുമാർ അടക്കമുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ആറന്മുളയിൽ വിമാനത്താവളം വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് വേണ്ടതെന്നും പിണറായി വിജയൻ പറഞ്ഞു. വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെയാണ് ആറന്മുളയിലെ പൗരാവലി മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റ് ജനപ്രതിനിധികളെയും സ്വീകരിച്ചത്. തുടർന്ന് 22 വർഷമായി തരിശായി കിടന്ന ഭൂമിയിൽ മുഖ്യമന്ത്രി വിത്തെറിഞ്ഞതോടെ മറ്റൊരു ചരിത്രമെഴുതി. കാർഷിക മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. വലിയ ജനകീയ മുന്നേറ്റത്തിലൂടെ തോടുകൾ പുനഃസ്ഥാപിക്കണം, കുളങ്ങൾ നവീകരിക്കണം. അതുവഴി കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കാൻ സാധിക്കും. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനത്തിന്റെ ഭാഗമായാണ് കൃഷി ഇറക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ മൊത്തമായ വികസനമാണ് നാം ആഗ്രഹിക്കുന്നത്. ആ വികസനം എന്ന് പറയുമ്പോൾ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം തന്നെയാണ്. നാടിൻ്റെ സമഗ്രമായ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. KGS ഗ്രൂപ്പ് വിമാനത്താവളത്തിനായി തയ്യാറാക്കിയ ഭൂമിയിലും അധികം വൈകാതെ തന്നെ കൃഷിയിറക്കാനാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. 22 വർഷമായുള്ള ആറന്മുളയിലെ കർഷകരുടെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമായത്. കാർഷിക മേഖലയ്ക്ക് ഇതോടുകൂടെ ഇടതുപക്ഷ സർക്കാർ പുതിയൊരു വാതായനം തുറന്നുകൊടുക്കുകയും ചെയ്തു. ആറന്മുളയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. CITU 13ാം സംസ്ഥാന സമ്മേളനത്തിന് പാലക്കാട് ആവേശകരമായ തുടക്കം. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻസൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കള്ളപ്രചാരണങ്ങൾ നടത്തുന്ന മോഡി സർക്കാരാണ് യഥാർത്ഥ രാജ്യദ്രോഹികളെന്ന് തപൻസൻ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ പ്രതിനിധി സമ്മേളന നഗറിൽ പതാക ഉയർത്തിയതോടെയാണ് CITU 13ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. പ്രതിനിധി സമ്മേളനം CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻസൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര തൊഴിൽ നിയമ ഭേദഗതി തൊഴിലാളികളെ അടിമതുല്യമായ നിലയിലേക്ക് നയിക്കുമെന്ന് തപൻസൻ പറഞ്ഞു. രാജ്യത്തെ സ്ഥിതിവിവര കണക്കുകൾ മോഡി സർക്കാർ പെരുപ്പിച്ചു കാണിക്കുകയാണ്. ഇത് തുറന്നു കാണിക്കാൻ തൊഴിലാളികൾക്കാവണം. മോഡിയുടെ പരീക്ഷണശാലയിൽ മാത്രമാണ് GDP തോത് ഉയരുന്നതെന്നും തപൻസൻ പറഞ്ഞു. In the last year of the UPA rule, the GDP growth was 5.1%. Subsequently, they changed the mode of calculation, Modi government, and by that calculation, the 5% became 7%. Where from this 7% comes? It is in Modi's laboratory. രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളുടെയും ഐക്യം ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും തപൻസൻ അഭിപ്രായപ്പെട്ടു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി C ഹരിദാസ്,
CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ, മന്ത്രിമാരായ AK ബാലൻ, TP രാമകൃഷ്ണൻ, J മേഴ്സിക്കുട്ടിയമ്മ, MB രാജേഷ് MP, CITU സംസ്ഥാന നേതാക്കൾ എന്നിവരും ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഏകീകൃത സിവിൽ കോഡ് അംഗീകരിക്കില്ലെന്ന് മുസ്ലിം സംഘടനകൾ. മുത്തലാഖ് ചൂണ്ടയിൽ കോർത്ത ഇരയാണെന്നും ഇക്കാര്യത്തിൽ മതേതര സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും ലീഗ് വിളിച്ചു ചേർത്ത മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ തീരുമാനമായി. ശരിയത്ത് സമ്പൂർണ്ണമാണെന്നും ഇപ്പോഴുള്ള ഇസ്ലാമിക് നിയമങ്ങൾ തിരുത്തേണ്ട ആവശ്യമില്ലെന്നും യോഗത്തിൽ തീരുമാനമായി. ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്നതിനായി മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് മതസംഘടനാ നേതാക്കളുടെ യോഗം കോഴിക്കോട്ട് വിളിച്ചു ചേർത്തത്. ഏക സിവിൽ കോഡ് അംഗീകരിക്കില്ലെന്ന് യോഗത്തിൽ തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ദുരുദ്ദേശപരമായ രാഷ്ട്രീയ നീക്കമാണ് ഇതിന് പിന്നിൽ. ഏക സിവിൽ കോഡ് മതേതരത്വത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരാണ്. ശരിയത്ത് സമ്പൂർണ്ണമാണെന്നും അതിൽ ഭേദഗതി ആവശ്യമില്ലെന്നും യോഗം വിലയിരുത്തി. നിയമ കമ്മീഷൻ ചോദ്യാവലി ബഹിഷ്കരിക്കും. ഏക സിവിൽ കോഡിനെതിരെയുള്ള പോരാട്ടത്തിൽ മതേതര പ്രസ്ഥാനങ്ങളുമായി കൈകോർക്കും. അതേസമയം മുത്തലാഖിനെ കുറിച്ച് ഉയർന്ന ചോദ്യത്തിന് PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി ഇതായിരുന്നു. അതൊരു ചൂണ്ടയിലെ ഇരയാണ്, ഒരു ചൂണ്ടയിലെ ഇരയാണ്. അതുകൊണ്ട് അതിനാരും മുഖവിലക്കെടുക്കണില്ല. അതൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നീക്കം. അതിനുവേണ്ടി മുത്തലാഖ് പറയുന്നതാണ് ലക്ഷ്യം, ശരീഅത്താണ്. അപ്പോൾ അതിന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ റിഫോം, പരിഷ്കരണം എന്നുള്ളതിന് കേന്ദ്ര ഗവൺമെൻറ് മുൻകൈ എടുക്കേണ്ടതില്ല. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് യോഗം വിളിച്ചു ചേർത്തതെന്നാരോപിച്ച് INL-ഉം കാന്തപുരം വിഭാഗവും യോഗം ബഹിഷ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരുവനന്തപുരം ദുബായ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കിയിരിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ ജിതിൻ ചന്ദ്രൻ ചേരുകയാണ്. ജിതിൻ, എന്താണ് സംഭവിച്ചത്? പരിഭ്രാന്തിപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യം നിലവിലുണ്ടോ? തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും 5:45 പുറപ്പെട്ട ദുബായ് എയർ ഇന്ത്യ വിമാനത്തിനാണ് ഇപ്പോൾ സാങ്കേതിക തകരാർ കണ്ടെത്തിയിരിക്കുന്നത്. വിമാനത്തിന്റെ ഓട്ടോ പൈലറ്റ് സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിനെ തുടർന്ന് വിമാനം തിരിച്ചിറക്കുകയാണ്. നിലവിൽ വിമാനം ദുബായിലേക്കുള്ള പാതയിൽ പാതി ദൂരം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് തന്നെ വിമാനം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ തന്നെ വിമാനം തിരിച്ചിറക്കാനാകുമെന്നാണ് എയർ ഇന്ത്യ അധികൃതർ നൽകുന്ന വിവരം. നിലവിൽ അടിയന്തര സാഹചര്യം ഒന്നുമില്ല എന്നും അധികൃതർ നമ്മെ അറിയിക്കുന്നുണ്ട്. ഈ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന് വേണ്ടി വിമാനം തിരിച്ചിറക്കുകയാണ്. എങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ വിമാനം തിരിച്ചിറക്കാനാകുമെന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. നിലവിൽ പാതി ദൂരം വിമാനം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. 5:45 കൂടിയാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്ക് എയർ ഇന്ത്യയുടെ IX539 വിമാനം പുറപ്പെട്ടിരുന്നത്. അഞ്ജു, ജിതിൻ, എന്തായാലും അടിയന്തര സാഹചര്യം ഇല്ല എന്ന് പറയുമെങ്കിൽ കൂടിയും ചില പരിഭ്രാന്തിപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ നിലവിലുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഇതിനോടകം തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞോ? നിലവിൽ യാതൊരു അടിയന്തര സാഹചര്യവുമില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. എങ്കിലും വിമാനം തിരിച്ചിറക്കുമ്പോൾ ക്രമീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻകരുതലായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിലവിൽ ഒരുക്കി വരികയാണ്. അല്പം സമയത്തിനകം വിമാനം തിരിച്ചിറക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിഭ്രാന്തി ഉണ്ടാകുന്ന സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അധികൃതർ ഉറപ്പു നൽകുന്നത്. ഓട്ടോ പൈലറ്റ് സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്നതൊഴിച്ചാൽ അത് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകുന്ന സംഗതിയല്ല എന്നാണ് നിലവിൽ അധികൃതർ നൽകുന്ന വിവരം. എങ്കിലും ലാൻഡിങ്ങിന് മുമ്പായി പലതവണ കൂടുതൽ സമയം ആകാശത്ത് വട്ടമിട്ട് പറക്കേണ്ടി വരും എന്നത് മാത്രമാണ് നിലവിൽ ഇത് സംബന്ധിച്ച് അധികൃതർ നമ്മെ അറിയിക്കുന്നത്. എങ്കിലും അടിയന്തര സാഹചര്യമില്ല, പരിഭ്രാന്തിപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വിമാനം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ തിരിച്ചിറക്കാനായിരിക്കും. വിമാനത്തിൽ എത്രത്തോളം യാത്രക്കാരുണ്ട്, അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ? അഞ്ജു, അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. 5:45 തിരുവനന്തപുരത്ത് നിന്നും ദുബായിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിനാണ് നിലവിൽ സാങ്കേതിക തകരാർ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ യാത്രക്കാരുടെ മറ്റു വിവരങ്ങളെല്ലാം തന്നെ ഇനി ലഭിക്കേണ്ടിയിരിക്കുന്നു. ശരി, വ്യക്തമാണ്. തിരുവനന്തപുരം ദുബായ് വിമാനം അടിയന്തര സാഹചര്യത്തിൽ തിരിച്ചിറക്കാൻ ശ്രമിക്കുന്നു. വിവരങ്ങളാണ് ജിതിൻ ചന്ദ്രൻ നൽകിയത്. ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. കോൺഗ്രസിനുള്ളിൽ പുതിയ കലാപം. സോളാർ കമ്മീഷനിൽ ഉമ്മൻചാണ്ടിക്കെതിരെ രമേശ് ചെന്നിത്തലയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ബാബു പ്രസാദ് മൊഴി നൽകിയതോടെയാണ് കലാപം മൂർച്ഛിച്ചത്. രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരമാണ് മൊഴി നൽകിയതെന്നാണ് എ ഗ്രൂപ്പിന്റെ വാദം. ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു.
സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുരുക്കിയതിന് പിന്നിൽ രമേശ് ചെന്നിത്തലയായിരുന്നു എന്ന എ ഗ്രൂപ്പുകാരുടെ ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. കഴിഞ്ഞ ദിവസം സോളാർ കേസുമായി ബന്ധപ്പെട്ട് KPCC ജനറൽ സെക്രട്ടറി ബാബു പ്രസാദ് തന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി നൽകിയിരുന്നു. ഹരിപ്പാട് MLAയും രമേശ് ചെന്നിത്തലയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ബാബു പ്രസാദ്. സോളാർ ഇടപാടിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലാണ് മല്ലേലി ശ്രീധരൻ നായരെ അനുകൂലിച്ച് സോളാർ കമ്മീഷന് മുൻപിൽ ബാബു പ്രസാദ് മൊഴി നൽകിയത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് മല്ലേലി ശ്രീധരൻ നായർ കോടതിയിലോ ജുഡീഷ്യൽ കമ്മീഷനിലോ കള്ളം പറഞ്ഞിട്ടില്ല എന്നാണ് ബാബു പ്രസാദ് കമ്മീഷന് മുൻപിൽ പറഞ്ഞത്. ഇതോടെ ഉമ്മൻചാണ്ടി പറഞ്ഞത് മുഴുവൻ കള്ളത്തരമായിരുന്നുവെന്ന് വ്യക്തമായിരിക്കുകയാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് സരിത S. നായരും മല്ലേലി ശ്രീധരൻ നായരും ഉമ്മൻചാണ്ടിയും ഒന്നിച്ച് ചർച്ച നടത്തിയെന്ന് സരിതയുടെ ആരോപണം ശരിവെക്കുന്നതാണ് KPCC ജനറൽ സെക്രട്ടറിയുടെ മൊഴിയിലൂടെ വ്യക്തമാകുന്നത്. ചെന്നിത്തലയുടെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് എ ഗ്രൂപ്പുകാർ പറയുന്നത്. അധികാരമോഹം കൊണ്ട് UDFനെയും മുൻ മുഖ്യമന്ത്രിയും വഞ്ചിച്ച യൂദാസാണ് ചെന്നിത്തലയെന്നും ഹരിപ്പാട് മണ്ഡലത്തിലും മറ്റും വ്യാപകമായി പ്രചരിച്ച പോസ്റ്ററിലൂടെ പുറത്തുവരുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. രാജ്യാന്തര അതിർത്തിയിൽ പാക് സൈന്യം തുടരുന്ന ആക്രമണത്തിൽ ഒരു BSF ജവാൻ കൂടി കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലിൽ മരിച്ച ഇന്ത്യൻ സൈനികന്റെ മൃതദേഹം ഭീകരർ വികൃതമാക്കി. പാക് സൈന്യത്തിന്റെ വെടിവയ്പ്പിന്റെ മറവിലായിരുന്നു ഭീകരരുടെ ആക്രമണം. പാക് സൈനിക നീക്കത്തിലെ പ്രതിഷേധം ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു.